ഒരു വെണ്ട ചെടിയിൽ 2 വലിയ വെണ്ടയ്ക്ക ഉണ്ടായപ്പോൾ വിത്തിന് വേണ്ടി നിർത്തിയതായിട്ട് ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ ആ വെണ്ടയ്ക്കകളൊക്കെ ഏകദേശം ഉണങ്ങി തുടങ്ങി, ചെടി ഏകദേശം വാടിയ പോലായിട്ടുണ്ട്. എന്നാലും 2 വലിയ വെണ്ടയ്ക്കകളുണ്ട്, വിത്തായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ മുറിച്ചെടുക്കുകയാണ്. കൂടെ ഒരു പുതിയ വെണ്ടയ്ക്കുണ്ട്, അത് പിന്നെ ഞാൻ വിത്തിന് നിർത്തുന്നില്ല, കുറച്ച് ചെറുതാണ്, എന്നാലും അതും മുറിച്ചെടുത്തു. അപ്പോൾ ഇതിലൊരു രസം കാണാം. ഈ മൂത്ത വെണ്ടയ്ക്കയുടെ തൊലി പിളർന്നു വന്നത് കാണാം. അപ്പോൾ അത് പ്രകൃതിയിൽ വിത്ത് വിതരണം ചെയ്യാനുള്ള ഒരു സംവിധാനമായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അതായത് ചില ചെടികൾക്ക് പഴങ്ങൾ പിളരുമ്പോൾ വിത്ത് നല്ലോണം ദൂരത്തേക്ക് തെറിച്ചു പോകും. ബാൾസത്തിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ. ബാൾസത്തിൻ്റെ കായ പിളർന്നു വരുമ്പോൾ ടപ്പ് എന്ന് പറഞ്ഞ് പൊട്ടിയിട്ട് കുറേ ദൂരത്തേക്ക് തെറിക്കും. അപ്പോൾ തൈകൾ പല സ്ഥലത്തായിട്ട് ഉണ്ടാവാനുള്ള പ്രകൃതിയിലെ ഒരു സംവിധാനമാണിത്. സീഡ് ഡിസ്പോസൽ എന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ. പണ്ട് തേങ്ങയാണെങ്കിൽ പറയാറ് വെള്ളത്തിലൊഴുകിപ്പോയിട്ടാണ്. അതായത് പുഴയുടെ കരക്കിൽ നിൽക്കുന്ന തെങ്ങ് പുഴയിലേക്ക് ചാഞ്ഞ് വളരും. അപ്പോൾ വെള്ളത്തിലേക്ക് തേങ്ങ വീഴും, ഉണങ്ങിയ തേങ്ങ, എന്നിട്ട് കുറേ ദൂരെ പോയിട്ട് വീണ്ടും തെങ്ങുണ്ടാവും എന്നൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ വെണ്ടയുടെയും തോന്നുന്നത്. ഇതിൻ്റെ തോല് തന്നെ പിളർന്ന് വന്നിട്ട് ഒരുപക്ഷെ വിത്തുകൾ തെറിച്ചു പോകണേ ഞാൻ കണ്ടിട്ടില്ല വെണ്ടയുടെ. ഒന്നാമത് ഞാൻ തെറിച്ചു പോകണ വരെ വയ്ക്കാറില്ല. ഞാൻ പറിച്ചെടുക്കും, എന്നിട്ട് വിത്തൊക്കെ ക്ലീൻ ചെയ്ത് ഒരു അധികം കാറ്റ് കിടക്കാത്തൊരു പാത്രത്തിലിട്ട് വയ്ക്കും. അത് അടുത്ത ദിവസം തന്നെ ഞാൻ അങ്ങ് നടും. കൂടുതൽ എടുത്തേക്കണമെങ്കിൽ ഇവിടെയൊക്കെ ഞാൻ വാങ്ങുന്ന വിത്തുകളിലൊക്കെ കണ്ടിരിക്കുന്ന ഒരു പിങ്ക് നിറത്തുള്ളൊരു കോട്ടിങ് ഉണ്ടാവാറുണ്ട്. കീടനാശിനി ആയിരിക്കണം, പ്രിസർവേറ്റീവ് എന്തോ ആയിരിക്കും. അതേ സമയത്ത് നമ്മൾ വീട്ടിൽ അത് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ദിവസം എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫംഗസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് വിത്ത് കേടായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനത് ചേർച്ച വിത്തെടുത്ത് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അങ്ങ് നടും. പക്ഷേ അതിലൊരു പ്രശ്നം, ഇതിപ്പോൾ കണ്ടമാനം വിത്തുണ്ടാവും ഈ 2 വെണ്ടയ്ക്കയിൽ. അപ്പോൾ കുറേ സുഹൃത്തുക്കൾക്കൊക്കെ കൊടുക്കേണ്ടി വരും, അല്ലാണ്ട് ഇത് മുഴുവൻ ഉപയോഗിച്ച് തീരില്ല. എടുത്തു വയ്ക്കാനാന്ന് വിചാരിച്ചാൽ നടക്കാറില്ല, കാരണം മിക്കവാറും കേടായി പോകാറാ പതിവ്.